പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ രാവിലെ ഓടാനൊക്കെ വന്നതിന് ശേഷം ദോശ ഒരു കുട്ടി കുട്ടി ദോശയാക്കിയിട്ട് മോൻ്റെ ലഞ്ച് ബോക്സ് എല്ലാം ആക്കി അവനെ വിട്ടു. അവൻ കുറേ ദിവസമായി എന്നോട് പറയുന്നു, അമ്മ എനിക്കൊരു കാർ കേക്ക് ഉണ്ടാക്കി തരുമെന്ന്. ശരി, അവന് വേണ്ടിയിട്ട് ഒരു കാർ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വലിയ വേറെ വർക്കൊന്നുമില്ല, ഓർഡറും കാര്യങ്ങളൊന്നുമില്ല, ഇന്ന് ഫ്രീ ആണ്, അതുകൊണ്ട് അവന് വേണ്ടി ഒരു 1/2 kg കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, 2 എഗ്ഗ്, പിന്നെ വാനില എസൻസ്, 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഓയിൽ, ഇതൊക്കെ ചേർത്തു നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഞാൻ ഈ ഹോം ബേക്കിംഗ് പഠിച്ചത്, കേക്ക് ബേക്കിംഗ് പഠിച്ചത് ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഞാൻ നോക്കി, പക്ഷേ ഒന്നും എനിക്ക് പറ്റിയില്ല. ലാസ്റ്റാണ് ഞാൻ ചിക്കൂസ് ഡീന എന്നുള്ള യൂട്യൂബ് ചാനൽ കാണുന്നത്. രശ്മി ചേച്ചിയുടെ ചിക്കൂസ് ഡീന എന്നാണ് പേര്. രശ്മി ചേച്ചിയുടെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഈ ഒരു ചാനൽ നമ്മുടെ കേക്ക് മേക്കിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഒരു ഹോം ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഞാൻ ഈ ഒരു ചാനൽ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഹോം ബേക്കിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അത് നന്നായിട്ട് സക്സസ് ആവുകയും ചെയ്തതിന്. ഞാൻ ആസാമിൽ നിൽക്കുന്ന ടൈമാണ് ഇങ്ങനെ ഹോം ബേക്കറായിട്ട് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഓക്കെ അത് പറയാം. അങ്ങനെ കേക്കെല്ലാം ബേക്ക് ചെയ്തെടുത്തു. ഇതിപ്പോൾ ഈവനിങ് ടൈമാണ്. മോനിപ്പോൾ വന്നു. മോനാണ് എനിക്ക് ക്രീം വീറ്റ് ചെയ്ത് തരുന്നത്. അങ്ങനെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാൻ 1/2 kg ബാറ്റർ ഞാനൊരു 7 ഇഞ്ച് പാനിലായിപ്പോയി ബേക്ക് ചെയ്തെടുക്കൽ. അങ്ങനെ കാറിൻ്റെ ഷേപ്പ് മുറിച്ച് വരുമ്പോഴത്തേക്ക് അത് അതിൻ്റെ ഒരു ബോഡിക്കൊരു കുറവ് വന്നു. അങ്ങനെ ഞാൻ സൈഡിൽ നിന്നെല്ലാം കട്ട് ചെയ്തിട്ടാണ് അങ്ങനെ ഫില്ല് ചെയ്തത്. അങ്ങനെ ടയർ ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓറിയോയുടെ 2 ബിസ്ക്കറ്റ് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് 4 ടയർ ഫിറ്റാക്കി കൊടുക്കുന്നത്. അപ്പോൾ മോൻ എന്നോട് പറഞ്ഞത്, അമ്മ എനിക്കൊരു റെഡ് കാറ് വേണം, കാരണം അപ്പയുടെ കാറ് റെഡ് ആയതുകൊണ്ട് എനിക്കൊരു റെഡ് കാറ് വേണം, റെഡ് കാറാക്കി തരണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച്. ഞാൻ പറഞ്ഞു, കുഞ്ഞെ അത് റെഡ് കളർ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ചേർക്കേണ്ടി വരും, അത് ഹെൽത്തിന് ഒട്ടും നല്ലതല്ല, പ്രത്യേകിച്ച് റെഡ് കളറ്. നമ്മൾ എത്ര ഡ്രോപ്പ് ഒഴിച്ചാലും ഈ ഒരു പെർഫെക്റ്റ് റെഡ് കളർ കിട്ടില്ല. ബാക്കി എല്ലാ കളറും കിട്ടുമെങ്കിൽ കൂടെ ഈ റെഡ് കളർ നമുക്ക് കിട്ടാൻ ചാൻസേ ഇല്ല, ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലൂ കളറിലേക്ക് എത്തിച്ചത്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഓർഡർ കേക്കാവുമ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്കൊരു വീട്ടിലേക്കുള്ളൊരു കേക്കാവുമ്പോൾ ഭയങ്കര മടിയായിരിക്കും. എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ എന്നറിയില്ല, നമുക്ക് ഫിനിഷ് ചെയ്യാനും ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയായിരിക്കും. എന്നിട്ടും കൂടെ ഞാൻ ഒരുവിധം ഒപ്പിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇതിന് മുമ്പിട്ടാക്കിയൊരു കേക്ക് ഞാൻ ലൈസൻസ് പാസ്സായാലും ആക്കിയതാണ്. അത് ഫുട്ബോൾ ബാച്ചിലെ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് ആക്കിയതാണ്. ഒരു 800ൻ്റെ മോഡൽ കാറ്. അങ്ങനെ അതൊക്കെ ഏകദേശം ഒന്ന് ഫിനിഷാക്കി വെച്ച് ഒരു കാറിൻ്റെ മോഡലെല്ലാം ആക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച്. ഇനിയിപ്പോൾ എൻ്റെ സ്കൂട്ടി ഒന്ന് കഴുകണം. നമ്മളെ ബേബീനെ പോലെ തന്നെ, നമ്മുടെ കുഞ്ഞിനെ പോലെ തന്നെ ഒരു കാണേണ്ടത് ഒരാളാണ് നമ്മൾ ഓടിക്കുന്ന വാഹനവും. കാരണം നമ്മുടെ ജീവൻ കാക്കുന്ന വണ്ടിയാണല്ലോ. അപ്പോൾ എപ്പോഴും ഇല്ലെങ്കിൽ ആഴ്ചക്ക് 1 ടൈമെങ്കിലും ഞാൻ വണ്ടി കഴുകി വെക്കും. അങ്ങനെ എൻ്റെ കൂടെ കഴുകാൻ ഹാളും എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കഴുകി ഒരു പച്ചക്കറി തോട്ടമൊക്കെ നോക്കി, തക്കാളിയൊക്കെ നല്ല പഴുത്തിട്ടുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ ഷെഡിൽ കയറ്റി കഴുകിയിട്ട് എന്നിട്ട് നെക്സ്റ്റ് പരിപാടിയാണ് മുറ്റം അടിച്ച് വരണം. പിന്നെ ചെടികളെയൊക്കെ നോക്കി ഒന്ന് വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. കുളിച്ചിട്ട് നേരെ മോനെ പഠിപ്പിക്കണം. അപ്പോൾ ഞാനിത് കേക്ക് എന്തായാലും ഉണ്ടാക്കിയ ദിവസം തന്നെ നമുക്ക് കേക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ആൾ സ്കൂളിൽ വിട്ട് വന്നപാടെ തന്നെ അതിൻ്റെ കാർ കൊടുത്തു എന്ന് ചോദിച്ചിട്ട് ഓടി ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോയതാണ്. അങ്ങനെ ഒറ്റക്ക് മുറിക്കുക കഴിക്കുക ഇത് തന്നെയാണ്. നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു സൈഡ് എഫക്റ്റും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ മൈദ കുറച്ച് ദഹിക്കില്ല എന്നുള്ളൊരു ഒറ്റൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആൾ കട്ട് ചെയ്തു മുറിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ.